നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സ്വീഡനിലെ ഗോതൻബർഗിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 20,000 മീറ്റർ അതിവേഗ നടത്തം മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ഹസീന അലിയമ്പത്തിന് ധർമ്മടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മാസ്റ്റേഴ്സ് മീറ്റിന്റെ ഭാഗമായി സ്വീഡനിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒളിമ്പിക് താരങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 7ാം സ്ഥാനത്തേക്ക് എത്തുകയും ഈ 7ാം സ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള വൻകിട നടത്ത മത്സരക്കാരോടൊപ്പം ചേർന്നുകൊണ്ടാണ് മത്സരിച്ചത്. ഈ 7ാം സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഹസീന ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഹസീനയെ ധർമ്മടം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി സൗത്ത് AE ഓഫീസിൻ്റെ നിലയിലും അതുപോലെ തന്നെ NGO യൂണിറ്റിൻ്റെ നിലയിലുമെല്ലാം അവരുടെ സഹപാഠികളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെയൊരു സ്വീകരണം നടത്തിയിട്ടുള്ളത്. ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വലിയ നേട്ടങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്ന ഹസീനയെയും ധർമ്മടത്തെ ജനാവലിക്ക് വേണ്ടി ഇവിടെ ആർദ്രമായി അനുമോദിക്കുക. ധർമ്മടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MT മോഹനൻ, കെ ബിന്ദു, CV പുഷ്പ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാജി, സന്ദീപ് ദാസ് എന്നിവർ സംബന്ധിച്ചു. ദുബായിൽ നടന്ന 1ാമത് ഓപ്പൺ ലോക അത്ലറ്റിക് മീറ്റിൽ 3 സ്വർണവും കൊൽക്കത്തയിലെ ദേശീയ ഓപ്പൺ മാസ്റ്റർ വനിതാ 5000 മീറ്റർ നടത്തത്തിലും സ്വർണം നേടി ഇന്ത്യയിലെ മികച്ച നടത്തക്കാരിയായി. 2022 ബറോഡയിൽ നടന്ന ദേശീയ ഓപ്പൺ അത്ലറ്റിക് വനിതാ വിഭാഗത്തിൽ 3000 മീറ്റർ റെക്കോർഡ് ജേതാവിനെ പിന്നിലാക്കി കേരളത്തിന് വേണ്ടി ജയം നേടി. തലശ്ശേരി സൗത്ത് AE ഓഫീസ് ജീവനക്കാരിയായ ഹസീന ധർമ്മടം പാലയാട് സ്വദേശിനിയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.